എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ. അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, ഏറ്റവും ചിലവ് കുറഞ്ഞതുമാണ്. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒരു 15-20 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. അതിലപ്പുറം വെക്കണ്ട കേട്ടോ, പിന്നെ പൊടിഞ്ഞു പോകും. അതൊരു ഭാഗത്തിരിക്കട്ടെ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 5 മുട്ട പുഴുങ്ങിയിട്ട് തോലർന്നെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ട് അടവെക്കുക. ഇതിൻ്റെ കൂടെ ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതും നല്ലോണം മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് കുലുക്കി എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ആക്കിയിട്ട് അതവിടെ ഇരിക്കട്ടെ. അത് അധികം നേരമൊന്നും വെക്കണമെന്നില്ല കേട്ടോ. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പെരക്കി വെച്ച മുട്ടയുണ്ടല്ലോ, മുട്ടയും ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണമെല്ലാം വെച്ചിട്ട് ഇത് എല്ലാ ഭാഗവും തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അധികം ഫ്രൈ അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, വെറുതെ ഒന്ന് നല്ലോണം ഒന്ന് എണ്ണയിലൊന്ന് കോട്ടായി വന്നതിന് ശേഷം അതെടുത്തൊരു മാറ്റി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു 1-2 ബേ ലീഫ്, പിന്നെ 4 ഏലക്കായ്, 2 കഷ്ണം പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 4 ഗ്രാമ്പു, ഇതെല്ലാം കൂടി അങ്ങ് ഈ എണ്ണ നല്ലോണം ചൂടായ എണ്ണയില്ലേ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതങ്ങിട്ട് കൊടുത്തിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അത് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകവും നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ 2 വലിയുള്ളി നീളത്തിലരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാടി വരട്ടെ. ഈ വാടി വന്നതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിൻ്റെ പച്ചമണം ഒന്ന് നല്ലോണം ഒന്ന് പോയാൽ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ലോണം ഒന്ന് വറുത്ത് അതിൻ്റെ ഒരു പച്ചമണമെല്ലാം പോയതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളെ ഉരുളക്കിഴങ്ങില്ല അത് മാത്രം ആദ്യം ഇതിലിട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരി ഞാൻ 15 മിനിറ്റ് ആയേരം ഊറ്റി വെച്ചിട്ടുണ്ട്. ആ അരി ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അധികം അരി പൊടിഞ്ഞു പോകാണ്ട് നോക്കണം, ശ്രദ്ധിച്ചിളക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും, വളരെ കുറച്ച് മതി, അധികമൊന്നും വേണ്ട. 1.5 ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ, 1.5 കപ്പ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 2.5 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. 1.5 കപ്പ് അരിക്ക് 2.5 കപ്പ് തിളച്ച വെള്ളവും. അപ്പോൾ ഉപ്പ് ഞാൻ നോക്കുമ്പോൾ കുറച്ച് കുറവേനും, അതുകൊണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ലെമണും പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ട് ഒരു 9 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം വെന്തിന് ഇനി ചെറിയൊരു വേവും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നല്ലോണം ഇത് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച മുട്ടയും അതിലങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഈ ചോറ് കുറച്ചിങ്ങോട്ട് മേലോട്ട് എടുത്തിട്ട് ഈ മുട്ടേൻ്റെ മുകളിലാക്കി മൂടി വെച്ചിട്ട് 1-2 മിനിറ്റ് നമുക്കിതൊന്നും കൂടി ചെറിയ തീയിലാണ്, വളരെ ചെറിയ തീയിൽ അതാർന്ന് വേവട്ടെ. കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് മല്ലിയിലയും, ആദ്യം നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തുകൊണ്ട് അധികമൊന്നും വേണ്ട. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നല്ലൊരു മണമായിരിക്കും കേട്ടോ. ആ നെയ്യ് ഉരുകുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്തോളാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ആ നെയ്യ് അങ്ങ് ഉരുകി ചോറിൽ മൊത്തം ആകുന്ന വരെ ഒരു 2 മിനിറ്റ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂടുള്ള സ്റ്റൗവുമല്ല, അതുകൊണ്ട് ആ ചൂട് തന്നെ മതി. എല്ലാം ഇളക്കി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലവണ്ണം നെയ്യെല്ലാം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ,
അപ്പം ഇതാ നമ്മളെ മുട്ട ബിരിയാണി റെഡി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.